Very happy to see you. Oh, very happy to see you. हत्वा मा प्राप्स्यसि स्वर्गे जित्वा मा भविष्यसि मही तस्मादुत्तिष्ठ कौन्तेय युद्धाय कृपनिश्चया अवजानन्ति मां मूढा मानुषं तनुमाश्रितं परं भावमजानन्द मामभूतमहेश्वരം ഏകം സദ് വിപ്രാ ബഹുധാ വദന്തി. നാം എല്ലാവരും പ്രാർത്ഥിക്കുന്നത് ഒന്നിലേക്കാണ്. മുസ്ലിം വിശ്വാസികൾ പറയുന്നു റബ്ബുൽ ആലമീൻ, ലോകത്തിൻ്റെ മുഴുവൻ സൃഷ്ടാവ് ദൈവമാണ്. അത് തന്നെയാണ് പറയുന്നത് ഏകം സദ് വിപ്രാ ബഹുധാ വദന്തി. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നത് ഒന്നിലേക്കാണ്. അപ്പോൾ നമ്മളെല്ലാവരും വിശ്വാസികളാണ്. കാരണം ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ നാമധേയത്തിലുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്. ആയതുകൊണ്ട് നാം അധ്യാപകരെ ബഹുമാനിക്കുന്നവരും രാജ്യത്തെ സ്നേഹിക്കുന്ന കാര്യമാണ് ഭഗവാൻ കൃഷ്ണൻ ആദ്യം പറഞ്ഞ അത്വാമാ പ്രാപ്സ്യസി സ്വർഗേ ജിത്വാമാ ഭവിഷ്യസി മഹീ തസ്മാത് ഉദ്ദിഷ്ട കൗന്ദേയ യുദ്ധായ കൃപനിശ്ചയ. സ്വന്തം ധർമ്മം സംസ്ഥാപിക്കാൻ വേണ്ടി, രാജ്യത്തിന് വേണ്ടിയുള്ള യുദ്ധം നീ വിജയിക്കുകയാണെങ്കിൽ ഈ ലോകത്തിലെ എല്ലാ സർവ്വസുഖങ്ങളും നിനക്ക് കിട്ടും. പക്ഷേ നീ മരണപ്പെടുകയാണെങ്കിൽ അത്വാമാ പ്രാപ്സ്യസി സ്വർഗേ, നിനക്ക് സ്വർഗം കിട്ടും. അതാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകുന്നത്. ഷേക്സ്പിയർ എന്താണ് ലോകത്തോട് പറഞ്ഞത്? ലൈഫ് ഈസ് എ ടെയിൽ ടോൾഡ് ബൈ എൻ ഇഡിയറ്റ് ഫുൾ ഓഫ് സൗണ്ട് ആൻഡ് ഫ്യൂരി സിഗ്നിഫൈയിങ് നത്തിങ്. അന്തസ്സാരശൂന്യമായൊരു വിഡ്ഢി പറഞ്ഞ കഥയാണ് ഈ ജീവിതം. അതിനെപ്പറ്റിയൊക്കെ വിശകലനം ചെയ്തിട്ട് മഹാന്മാരായ വിക്ടർ ഹ്യൂഗോ, അങ്ങനെ ഒരുപാട് പണ്ഡിതന്മാർ, ഒരുപാട് ഫിലോസഫേഴ്സ്, അരിസ്റ്റോട്ടിലും പ്ലാറ്റോവും, അങ്ങനെ അവരൊക്കെ അതിനെ വിശകലനം ചെയ്ത ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓരോ ഭരണാധികാരികളുടെ നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പഠിച്ചാൽ നിങ്ങൾക്ക് ഭാവിയിലും ജീവിതത്തിലും ഉപകാരപ്രദമാകും. അതാണ് സാന്ദർഭികമായി എനിക്ക് നിങ്ങളോട് ഉപദേശിക്കാനുള്ളത്. നിങ്ങൾ പഠിച്ച് വളർന്ന് നല്ലവരാകുക, നല്ല കുട്ടികളാകുക, ഗുരുജനങ്ങളെ ബഹുമാനിക്കുന്നവരാകുക, മാതാപിതാക്കളെ ബഹുമാനിക്കുന്നവരാകുക, രാജ്യസ്നേഹികളായി മാറുക, രാജ്യത്തോട് സ്നേഹം പുലർത്തുക, പഠിച്ച സ്ഥാപനത്തോട് സ്നേഹവും അടുപ്പവും പുലർത്തുക. ഇതെല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകണമെന്നുകൂടി ഞാൻ നിങ്ങളോട് സാന്ദർഭികമായി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്മാകം പുരതക കൃതജ്ഞതാം വ്യാഹരാമി. ഇപ്പം നമ്മളൊരു സംരംഭം തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സെറ്റ് ബാക്സ്, ഫെയിലിയേഴ്സൊക്കെ നേരിടേണ്ടി വരും. ആ ഒരു ഫെയിലിയേഴ്സിനൊക്കെ സാറ് മറികടന്നുകൊണ്ട് മുന്നോട്ട് ലീഡ് ചെയ്യാൻ സാധിച്ച ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കീ പോയിന്റ് എന്താണെന്നുള്ളത് ഒന്ന് ഷെയർ ചെയ്യണം. നമ്മൾ ഒരു പ്രൊജക്റ്റ് തുടങ്ങുമ്പോൾ അത് 100% വിജയിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ആ പ്രൊജക്റ്റ് ചെയ്യുന്നത്. പക്ഷേ സാന്ദർഭികവശാൽ ഏതെങ്കിലും നിലയ്ക്ക് അതിനൊരു ഫെയിലിയർ വന്നാൽ അത് നേരിടാനുള്ള കരുത്ത് വേണം. ആ കരുത്ത് വേണമെങ്കിൽ മുൻകൂട്ടി നമ്മളത് നിശ്ചയിച്ച് വയ്ക്കണം. ഒരു പക്ഷേ ഈ പ്രൊജക്റ്റ് വിജയിച്ചില്ലെങ്കിൽ നമ്മൾക്ക് എന്തായിരിക്കും നഷ്ടം? ആ നഷ്ടം നമ്മൾ എങ്ങനെ താങ്ങും? അത് താങ്ങാനുള്ള വിദ്യ എന്താണ് എന്ന് ആദ്യം മനസ്സിൽ കരുതി വെച്ച് ആ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്താൽ അത് ഫെയിലിയർ വരുമ്പോൾ നമ്മൾ അപ്സെറ്റ് ആവില്ല, നമ്മൾ വിഷമിക്കില്ല. ഞാൻ എപ്പോഴും അതാണ് ചെയ്യാറ്. അപ്പോൾ ലുലു ഗ്രൂപ്പിന് IPOയ്ക്ക് പോകാനായിട്ട് താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ അത് എന്താണെന്ന് അറിയാനൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു. സാർ എങ്ങനെയാണ് സെയിൽസിലും മാർക്കറ്റിംഗിലും സ്ട്രാറ്റജീസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്? ഞാൻ ഫ്യൂച്ചർ നോക്കിക്കൊണ്ടാണ് പറയുന്നത്. അങ്ങനെ അതൊരു റെവല്യൂഷണറി സ്റ്റെപ്പായിരുന്നു ചെയ്തിരുന്നത്. നാം അദ്ദേഹത്തിന് നമ്മുടെ ഓർമ്മയുടെ ഓർമ്മിച്ചുകൊണ്ട്
മികച്ച ശ്രീ ഇളവള്ളി